വിദ്യാക്ഷേത്രത്തിന്റെ 73ാമത് സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തപ്പെടുന്ന ഈ ധന്യ നിമിഷങ്ങളിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരിയേറെ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും അതിൻ്റെ മാനദണ്ഡങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനം ഇപ്പോൾ നടത്തുക. 1947 വിശുദ്ധ ആവറേജിന്റെ നാട്ടിൽ സീമയ സഭയിൽ ആദ്യമായി തുടങ്ങിയ ഒരു കലാലയമാണ് CCM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നത് അഭിമാനപൂർവ്വം ഓർക്കുന്നു. ഈ നാടിൻ്റെ സ്പന്ദനമാണ് ഈ കലാലയം ഉദ്ദേശിച്ചത്. ചരിത്ര വഴികളിൽ തങ്കലിപികൾ എഴുതി ചേർത്ത കുറേയേറെ ഓർമ്മകളുടെ അയവർക്കുന്ന ഒരു സുന്ദര കലാലയമാണ് CCM ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ നാടിൻ്റെ സ്പന്ദനം, ഈ നാടിൻ്റെ എല്ലാം ഏറ്റെടുത്ത ഒരു നല്ല സ്വപ്നമാണ് ഈ കലാലയം. പകിട്ടാവുന്ന പല നാളുവഴികളിലൂടെ കടന്ന് ഇന്ന് 73 വർഷം പിന്നിട്ട് നിൽക്കുകയാണ്. പാഠ്യേതര വിഷയങ്ങളിൽ നിറവാർന്ന ചാരുതകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു CCM ഹയർ സെക്കൻഡറി സ്കൂൾ. തുടർച്ചയായ നേട്ടങ്ങളുടെ ഒരു സമ്പത്ത് ഈ കലാലയത്തിൻ്റെ സൃഷ്ടി. കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഹൈസ്കൂൾ തലത്തിൽ പല വർഷങ്ങളായി 100% വളരെയധികം യശസ്സുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാലയമാണ് CCM ഹയർ സെക്കൻഡറി സ്കൂൾ. അതുപോലെ ഹയർ സെക്കൻഡറി തുടങ്ങിയ നാൾ മുതൽ ഏതാണ്ട് എല്ലാ വർഷവും 95, ഈ കഴിഞ്ഞ വർഷം 98% റിസൾട്ടും A+കൾ വളരെയധികം അനുഭവിക്കുന്ന ഒരു കലാലയമാണ് CCM. സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വരുന്ന സാധാരണ മക്കളെ കൊണ്ട് വളർത്തുന്ന ഒരു സ്കൂളാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ചാവറയച്ചൻ്റെ ദർശനത്തിന് മിഴിവാർന്ന സാക്ഷ്യമാകുന്ന ഒരു സ്കൂൾ കൂടിയാണ് CCM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നതും അഭിമാനത്തോടെ പറയുവാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. വളരെയധികം മുഖവരകൾ ഇല്ലാതെ തന്നെ അറിയപ്പെടേണ്ട 3 വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മളോട് വിട പറയുക. ശ്രീമതി മിനി ആന്റണി ടീച്ചർ. മിനി ആന്റണി ടീച്ചർ നമുക്കറിയാം, നമ്മുടെ ലക്ഷ്യസാണ്. ഞാൻ ഇടമറ്റത്ത് ടീച്ചറിൻ്റെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് എപ്പോഴും ഈ 2 വർഷമായിട്ട് എൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അടുത്ത് ചെല്ലാവുന്ന, കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറവയോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട മിനി ആന്റണി ടീച്ചർ. അതിനേക്കാൾ കൂടുതൽ ഒരു സകല കലാപലഭ്യം, എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനും പ്രസംഗം പറയാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള ടീച്ചറിൻ്റെ ഒരു ആജ്ഞാശക്തി തീർച്ചയായിട്ടും ഞാൻ വിലമതിക്കുന്നു. പോകുന്നത് ഞങ്ങൾക്ക് നഷ്ടമാണെന്ന് അറിയാമെങ്കിലും കൃത്യതയോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ജോസാർ, ഇവിടെ
+2 ഇവിടെ മാത്രം പഠിപ്പിച്ച് ഇവിടെ മാത്രമായിരുന്ന ഒരു അധ്യാപക ശ്രേഷ്ഠനാണ് പ്രിയപ്പെട്ട ജോസാർ. ഹയർ സെക്കൻഡറി ഇവിടെ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ഒരു സ്കൂളിലേക്കും മാറാതെ നിറസാന്നിധ്യമായി ഈ CCMന്റെ എല്ലാമായിട്ട് വർദ്ധിച്ചിരുന്ന ജോസാർ. എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വലതുകയും ഇടതുകയുമായിട്ടൊക്കെ ഈ വർഷങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ജോസാറിൻ്റെത്. ഇത് പറയുമ്പോൾ എന്നേക്കാൾ ഉപരിയായിട്ട് മാനിക്കുന്ന, കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന ഒരു അധ്യാപക ശൃംഖലയും ഹയർ സെക്കൻഡറിയിൽ ജോസ് സാറിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഏറ്റവും ഈ +2 സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പക്ഷേ ഇവിടെ മൊത്തമായതുകൊണ്ടുള്ള ആദ്യത്തെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ പറയാൻ ഒത്തിരി വാക്കുകളുണ്ട്. നിശബ്ദ സേവനത്തിൻ്റെ വ്യക്തിത്വമാണ് അദ്ദേഹം. ആരോടും ഒരു കാര്യം അത്രമാത്രം നന്ദിയായിട്ട് പറയുന്ന വ്യക്തിത്വമാണ് ജോസാറിൻ്റെ. പ്രിയപ്പെട്ട ജോസാറെ ഹൃദ്യതയോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതാണ്ട് 36 വർഷത്തെ സേവനം അധ്യാപനത്തിലുണ്ട്. അതുപോലെ തന്നെ ഒപ്പം ഇന്ന് അദ്ദേഹം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടി. അദ്ദേഹത്തിനൊപ്പം പൊതുരംഗത്ത് നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ വെണ്മ പ്രകാശിപ്പിച്ച് തലമുറകൾക്ക് പ്രചോദനമേകിയ ജനകീയ വ്യക്തിത്വമാണ് ശ്രീ എമേഴ്സൺ സാറിൻ്റേത്. വിളിച്ചാൽ എപ്പോഴും വെളിപ്പുറത്തുള്ള എല്ലാ കാര്യങ്ങളും സൗകുമാരത്തോടെയും വളരെ ആജ്ഞാശക്തിയോടെയും ഞങ്ങളോട് പറയുന്ന, സംസാരിക്കുന്ന, എപ്പോഴും കൂടെയുള്ള എമേഴ്സൺ സാറിനെ കൃത്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒരുപിടി അസാധാരണ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് കൊറോണ എന്ന അദൃശ്യ ഭീകരൻ മനുഷ്യജീവിത യാത്രയുടെ താളം പിഴപ്പിക്കുമ്പോഴും അതിനെ അതിജീവിച്ച് നമ്മുടെ സ്കൂൾ നടത്തിയ ഈ വർഷത്തെ അതിജീവന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി നിർമ്മൽ ഗ്രഹം ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് 2020-21 അധ്യയന വർഷത്തിൽ നമുക്ക് കടന്നു പോകേണ്ടി വന്നത്. COVID-19 മഹാമാരി ലോകത്തെ മുഴുവൻ രസിച്ച ഈ കാലഘട്ടത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോട് ചേർന്നുകൊണ്ട് പല അതിജീവന മാതൃകകളും മുൻപോട്ട് വയ്ക്കുവാൻ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ നമ്മുടെ സ്കൂൾ മികച്ച വിജയം കൈവരിച്ചു. SSLCക്ക് 100% വിജയവും 11 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. +2 വിഭാഗത്തിൽ 98% വിജയവും 8 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. വിശുദ്ധനായ ചാവപ്പിതാവ് വിഭാവനം ചെയ്ത അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണം ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 48 ഇവിടെ ചാവപ്പിതാവിന്റെ നാമത്തിൽ ഇപ്രകാരമായിട്ടൊരു കലാലയം സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങൾക്ക് രൂപം നൽകുകയും ഈ പ്രദേശത്ത് വിദ്യാഭ്യാസം കൊണ്ട് സമഗ്രമായ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ഈ കലാലയത്തിൽ ഇവിടെ തങ്ങളുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചിലവഴിച്ച് കുട്ടികളുടെ വികസനത്തിന് സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകി പലവിധ സർവോന്മുഖമായ പ്രതിഭ വ്യക്തിത്വങ്ങളുടെ ഉടമകളായ 3 വ്യക്തികൾ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷം ഈ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ CMI സഭയ്ക്കുള്ള അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.
മിനി ആന്റണി നമുക്കറിയാം. ശ്രീമതി മിനി ആന്റണി നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലം CCMന്റെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ സാരഥിയായിരുന്നു. 1984 മുതൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. കുടുംബത്തെയും അതുപോലെ തന്നെ അതിനുള്ള ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് സഹപ്രവർത്തകനായിരുന്നു. അതിലുപരി കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സ്വഭാവം നമുക്ക് തീർച്ചയായിട്ടും ഞാൻ നിലനിൽക്കുന്നതായി കാണാം. ഒത്തിരി കഴിവുകളുടെയും നന്മകളുടെയും ഉറവിടമാണ് ശ്രീമതി ആന്റണി. ഞാൻ വ്യാപരിച്ച കർമ്മമണ്ഡലത്തിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ നമുക്കറിയാം, അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഒരു പത്രപ്രവർത്തി എന്ന നിലയിൽ ശക്തമായ രചനാശൈലി മിനി ആന്റണിക്ക് കൈമുതലായിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ലാഞ്ചന നിഴലാട്ടം ഏത് കാര്യം എഴുതിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അധ്യാപിക എന്ന നിലയിൽ നല്ലത് കഴിഞ്ഞ ഒരു അധ്യാപികയെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കുട്ടികൾക്ക് പ്രിയങ്കരി, അധ്യാപകർ ഒരു പരിധിവരെ, സഹാധ്യാപകർ ഒരു പരിധിവരെ അസൂയയുടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വം. ഈ ശ്രീമതി മിനി ആന്റണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 73 വർഷക്കാലത്തെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ മിസ്ട്രസ് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും മിനി ആന്റണി തന്റെ പ്രവർത്തനങ്ങളിലൂടെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. കാലം CCMന്റെ ചരിത്രം എഴുതുമ്പോൾ തീർച്ചയായിട്ടും മിനി ആന്റണിക്ക് വേണ്ടി ഒരു അധ്യായം മാറ്റിവെക്കും. 100% റിസൾട്ടിലേക്ക് CCMനെ കൈപിടിച്ചുയർത്തുകയും അത് ഈ വർഷക്കാലമൊക്കെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് തങ്ങളുടെ കഴിവിൻ്റെ ആ രംഗത്തുള്ള വൈഭവത്തിൻ്റെ മനോഹരമായ ഉദാഹരണം മാത്രമാണ്. കാലം കഥ എഴുതുമ്പോൾ, CCMന്റെ കഥ എഴുതുമ്പോൾ ആദ്യത്തെ ബിസിനസ്സിനെ മനോഹരമായിട്ട് സ്വന്തലിപിയിൽ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിരമിക്കലല്ല, തികച്ചും മറ്റൊരു മണ്ഡലത്തിലേക്ക് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ കടന്നു വരുന്നത്. ജോസ് ഫ്രാൻസിസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം ഇപ്പോഴത്തെ പ്രിൻസിപ്പളിൻ്റെ മുറിയാണ്. 4 പേര് പാനലായിട്ടിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് പ്രതിനിധി, പ്രിൻസിപ്പള്, മാനേജർ, സബ്ജക്റ്റ് എക്സ്പെർട്ട്. മറുവശത്ത് ഒരു യുവാവ് ജോസ് ഫ്രാൻസിസ് സർട്ടിഫിക്കറ്റുകളൊക്കെ ആദരപൂർവ്വം കൊണ്ട് നമ്മുടെ പൊടിയൻ സാറിൻ്റെ കൂടെ കൊടുക്കുന്നു. അതിനുശേഷം കസേരയിൽ സാവധാനം ഇരുന്ന് ഓരോരോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാനൊരു വെറുതെ ചോദ്യം, പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചത് ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും പ്രതികരണം അറിയാൻ, എങ്ങനെയിരിക്കുന്നു ഈ വ്യക്തിത്വം എന്നറിയാൻ. ജോസ് പ്രതികരിച്ചത് ഒരു പുഞ്ചിരി മാത്രമാണ്. നമുക്കറിയാം, അർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഒരു മലയാളം ടീച്ചർ കണ്ണുനീർ നിറഞ്ഞു, കണ്ണുനീർ നിറഞ്ഞു, മറ്റൊരു ടീച്ചർ അല്പം മനുഷ്യത്തോടുകൂടി, വേറൊരു ടീച്ചർ തക്കുത്തരം പറഞ്ഞു. ഇതൊക്കെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനമാണ്. അന്ന് എൻ്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടായി. തീർച്ചയായിട്ടും
ജോസ് സാറ് നമുക്കൊരു പ്രതീക്ഷയാണ്. പ്രിൻസിപ്പളിൻ്റെ ജോലി പങ്കുവെക്കാൻ പറ്റിയവരാണ്. അന്ന് അടുത്ത വർഷം അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്. അതായത് കുട്ടികളുടെ അഡ്മിഷനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ 3-4 പ്രിൻസിപ്പാൾ ഇതിലൂടെ കടന്നുപോയി. ഞാൻ പോയതിനു ശേഷം അവരൊക്കെ ആ ജോലി ജോസാറിൽ നിന്ന് എടുത്തു മാറ്റിയില്ല. ജോസാർ അത് തുടർന്നു വരികയാണ്. ഈ വർഷവും അദ്ദേഹം ഭാഗികമായിട്ട് തന്നെ അത് തുടരുകയും ചെയ്തു. നമുക്കറിയാം, ശാന്തൻ, അതുപോലെ തന്നെ സൗമ്യൻ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നതിന് അവരുടെ വായനങ്ങൾ കുട്ടികളുടെയൊക്കെ ഹൃദയങ്ങളൊക്കെ തുറക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഒരിക്കലും ഈ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് മാതാപിതാക്കളിൽ നിന്ന് പരാതിയായിട്ട് കേട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പരാതികളൊന്നും കിട്ടാത്ത ഒരു അധ്യാപകനായിരുന്നു ജോസ് ഫ്രാൻസിസ്. ധന്യമാണ് ആ ജീവിതം, ശാന്തമാണ് ആ ജീവിതം. ഇനിയും കുറേ കാലം കൂടി അത് ഒഴുകട്ടെ. സമൂഹത്തിന് ഒരു സേവനത്തിൻ്റെ വേദി അദ്ദേഹത്തിന് നൽകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എംഎസിന് 36 വർഷവും എനിക്ക് പരിചയമുണ്ട്. 1984 ഒക്ടോബർ മാസം രാവിലെ ഒരാൾ കാഴ്ചമുറിയിൽ മണിയടിച്ചു എൻ്റെ അടുത്തേക്ക് വന്നു. ആളാരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒരു കുറേ വഴി അറിയണം, എങ്ങോട്ടുള്ള വഴിയാണ്. താൻ അധ്യാപന ജീവിതത്തിന് ആരംഭിക്കുവാൻ നമുക്ക് എവിടെയോ പഠിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകൻ ഈ കോപ്പറേറ്റിൽ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി അറിയണം. തുരുത്ത് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ പല ബസ്സുകളും വണ്ടികളും ഒക്കെ കയറി പോകണം. തുരുത്ത്, ദൈവത്തിൻ്റെ തുരുത്തിലേക്ക് അദ്ദേഹത്തിന് ഞാൻ വഴി കാട്ടിക്കൊടുത്തു. ഇന്ന് ഞാൻ തന്നെ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഉള്ള യാത്രയയപ്പിന് ആശംസകൾ നേരുകയാണ്. നമുക്കറിയാം, എമേഴ്സൺ ഈ CCM-ന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രത്യേക വ്യക്തിയാണ്. കാരണം പഠിച്ചും പഠിപ്പിച്ചും ഇത്രയും വർഷക്കാലം, ഏതാണ്ട് 40 കൂടുതൽ വർഷം, 40-45 വർഷക്കാലം CCM-ന്റെ പടി കയറുകയും ഇറങ്ങുകയും അതിലെ ചരിത്രത്തിലൊക്കെ അലിഞ്ഞു ചേർന്നുകൊണ്ട് അതിനൊക്കെ സാക്ഷ്യദാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എമേഴ്സൺ എന്ന് പറയുന്നത്. എമേഴ്സൺ എഫക്റ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രത്തിലൊരു തത്വമുണ്ട്, എമേഴ്സൺ എഫക്റ്റ്. അതിൻ്റെ അർത്ഥം ഹരിത ഭംഗിയെ ത്വരിതപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഹരിത ഭംഗിയെ ത്വരിതപ്പെടുത്തുന്ന, ഹരിതം നമുക്കറിയാം എപ്പോഴും ശാന്തത, സമാധാനം, കുളിർമ നൽകുന്നതാണ്. ആ എമേഴ്സൺ എഫക്റ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റുപാടും ഉള്ള ജനങ്ങൾക്ക്, ചുറ്റുപാടുമുള്ളവർക്ക് ഒരു എത്ര പ്രകോപനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ആ സാന്നിധ്യവും ആ സാമീപ്യവും ഒക്കെ ഒരു എമേഴ്സൺ എഫക്റ്റ് ഉണ്ടാക്കുവാൻ പര്യാപ്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏറ്റവും കൂടുതൽ CCM-നോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന് ആശംസകൾ നേരുകയാണ്. പുതിയ മണ്ഡലങ്ങൾ, പുതിയ വേദികൾ അദ്ദേഹം കണ്ടുപിടിച്ചെത്തിക്കഴിഞ്ഞു. അതിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ നാട്ടിലെ ജനസമൂഹത്തിന് സംരഭ്യമായ ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപിക, ശ്രേഷ്ഠയായ പ്രധാനാധ്യാപിക, പത്രപ്രവർത്തക, മികച്ച സംഘാടക, നലം തിരിഞ്ഞ വാഗ്മി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ടീച്ചർ തന്നെ കയ്യൊപ്പ് ചാർത്തിയിരുന്നു. എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടെ ഏവരെയും സമീപിക്കുന്ന മിനി ടീച്ചർ എല്ലാ സഹപ്രവർത്തകരുടെ മനസ്സിലും പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. കുലീനമായ പെരുമാറ്റവും ഉടയാത്ത വേഷധാരണവും ടീച്ചറുടെ ട്രേഡ് മാർക്കുകൾ തന്നെയായിരുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ മിനി ആന്റണി ടീച്ചർ പഠിപ്പിച്ച എല്ലാ കുട്ടികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ടീച്ചർ ഈ കലാലയത്തിൽ നൽകിയ വലിയ സേവനങ്ങൾക്ക്, കരുതലോടുകൂടിയ നേതൃത്വത്തിന്, സഹപ്രവർത്തകരോട് കാട്ടിയ സ്നേഹത്തിനും ഒക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. മികച്ച അധ്യാപകൻ എന്നതിലുപരി ഒരു ജനകീയ നേതാവ് കൂടിയായ രമേശൻ സാർ നാടിന്റെ പൊതുവായ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. മണിമല ഗ്രാമപഞ്ചായത്തിൽ 1995-2000 വർഷങ്ങളിലും 2005-2010 വർഷങ്ങളിലും അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു. ഇക്കഴിഞ്ഞ പ്രദേശ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മണിമല ഡിവിഷനിൽ നിന്നും വിജയിച്ച അദ്ദേഹം നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ്. ഈ സ്കൂള് അദ്ദേഹത്തിന്റെ ഡിവിഷന് കീഴിലുള്ളതാണ് എന്നുകൂടി ഓർമ്മിക്കുമ്പോൾ അഭിമാനമുണ്ട്. കൂടാതെ മണിമല സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന അദ്ദേഹം അതെല്ലാം പൊന്നാക്കിയ ശ്രേഷ്ഠ വ്യക്തി കൂടിയാണ്. നമ്മുടെ കലാലയത്തിന്റെ ഇന്നത്തെ വളർച്ചയിൽ ഒപ്പം സഞ്ചരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇന്നത്തെ സ്കൂൾ, ഇപ്പോഴത്തെ ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്തിരുന്ന ചെറു സ്കൂൾ കെട്ടിടവും 1998 പൂർത്തിയാക്കിയ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടവും 2001 പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറി കെട്ടിടവും നമ്മുടെ സ്കൂളിന്റെ മുഖച്ഛായ മാറ്റിയപ്പോൾ ഈ മാറ്റങ്ങൾക്കൊപ്പം നടന്ന സാക്ഷിയായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരു കലാലയത്തിന്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു വിഭാഗത്തിലെ ഏകദേശം മുഴുവൻ അധ്യാപകരും ഒരുമിച്ച് ഒരേ ദിവസം ജോലിയിൽ പ്രവേശിക്കുക എന്നത്. കറിക്കാട്ടൂരിൽ ഹയർ സെക്കൻഡറി ആരംഭിച്ച സഹസ്രാബ്ദ വർഷത്തിലെ സെപ്റ്റംബർ മാസം 1-ാം തീയതി ഒരുമിച്ച് ജോലിയിൽ പ്രവേശിച്ച ഞങ്ങൾ നാളിതുവരെ ഒരുമിച്ച് സന്തോഷിച്ച് സുഖദുഃഖങ്ങൾ പങ്കിട്ട് ജീവിച്ചവരാണ്. ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ഈ വർഷം ഔദ്യോഗികമായി ഞങ്ങളിൽ നിന്ന് വേറെയാക്കപ്പെടുകയാണ്. ഏറെ ദുഃഖത്തോടെ ഞങ്ങൾ അദ്ദേഹത്തിന് യാത്രാനുമതി നൽകുന്നു. ഞാൻ ഈ വേദിയിൽ നിന്നപ്പോൾ ഓർമ്മകളുടെ ഒരു കടലിനൊപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും 5-ാം ക്ലാസ്സിൽ ഞാൻ ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്ന സമയത്ത് നമ്മയെല്ലാവരും കടന്നുപോയ പ്രിയപ്പെട്ട ജോർജ് സാറായിരുന്നു അന്നത്തെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ. പൊതുവെ നമ്മുടെ സീനിയറായി വിദ്യാലയങ്ങൾക്കൊരു സൽപ്പേരുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രൊഫൈൽ അവർ ഈ ലോകത്ത് എവിടെ ചെന്നെത്തിയാലും ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ സ്കൂളിൽ കരിക്കാട്ടൂർ CC സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് നാം ആരുടെങ്കിലും വെളിവാക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു പരിഗണന, അത് പല ഘട്ടങ്ങളിൽ ആവോളം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തവരാണ്. ആ പ്രൊഫൈൽ ഒരുപക്ഷെ മറ്റൊരു സ്കൂളിൽ പഠിച്ച മറ്റേത് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നതിനേക്കാൾ അത്യന്തം മേൽത്തരമാണെന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങൾ 1989 SSLC പാസ്സായി ഈ സ്കൂളിൽ നിന്ന് കടന്നു പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട NIC സാർ 36 വർഷത്തെ സുദീർഘമായ സേവന കാലഘട്ടത്തിൻ്റെ
സിംഹഭാഗവും CCM സ്കൂളിന് വേണ്ടി സമർപ്പിച്ചു. PTA മീറ്റിങ്ങുകളിൽ MAC സാറിൻ്റെ ശിഷ്യഗണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. 2 തലമുറകൾക്ക് വെളിച്ചം പകരുവാനുള്ള അപൂർവ സൗഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് MAC സാർ. എൻ്റെ കുട്ടിയെ MAC സാറിൻ്റെ ക്ലാസ്സിൽ ഇരുത്തണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതൊരു കാര്യമായാലും അത് ഏറ്റെടുത്ത് നടത്തി വിജയത്തിൽ എത്തിക്കാനുള്ള സാറിൻ്റെ അസാമാന്യമായ പാഠങ്ങൾ സാറിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. സാറിൻ്റെ പുതിയ പ്രവർത്തന മേഖലകളിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. സമർപ്പണത്തോടെ തൻ്റെ ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ച ശ്രേഷ്ഠയായ, അതായത് ഒരു സ്ത്രീയുടെ ഒരു പരിമിതി ഒന്നും പ്രകടിപ്പിക്കാതെ, കുടുംബിനിയുടെ ഒരു തിരക്കുകളോ ഒന്നും പ്രകടിപ്പിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് സമയം മുഴുവൻ സ്കൂളുകളിൽ ചെലവഴിച്ച് ത്യാഗം ചെയ്ത ഒരു ശ്രേഷ്ഠയായ വ്യക്തി. പെരുമാറ്റം പലരും ഇത് ആവർത്തിച്ച് പോകുന്നത് ഞാൻ പലപ്പോഴും അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പെരുമാറ്റം അത് കുട്ടികളോടും സഹപ്രവർത്തകരോടും നാട്ടുകാരോടും നാടായതുകൊണ്ട് കൂടുതലൊരു അടുപ്പം, ഒരു ഇഷ്ടം, പ്രവർത്തിക്കാനൊക്കെ ഒരു താല്പര്യം ടീച്ചറുണ്ടായിരുന്നു. ഞങ്ങൾ സഹപ്രവർത്തകരോടൊക്കെ എത്ര ഹൃദ്യമായിട്ടാണ് പെരുമാറുന്നത്. ഏത് സമയത്ത് എപ്പം വേണമെങ്കിലും കയറി ചെന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ എന്ന തിരക്കാണ് നമ്മൾ കേൾക്കും. അത് വ്യക്തമായിട്ട് നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ സമയമെടുത്ത് എന്നാ തിരക്കാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ജോലി സമയത്ത് നമുക്ക് ഭീതിയില്ല, അതിൻ്റെ സംഘർഷമില്ല. കാരണം ആ ഭാരം ടീച്ചർ എടുക്കും. ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ പറ്റാതെ ടീച്ചർ തന്നെയാണ് ചെയ്യുന്നത്. വേറെ ആരും അതില്ല. ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ടൈം ടേബിൾ ഇടുന്നത് രാത്രി കഴിഞ്ഞ് പാതിരാത്രിയിലൊക്കെയാണ്. കാരണം അന്നേരം ഉറങ്ങിയിട്ടില്ല. ഇതൊക്കെ ആരറിയില്ലേ? അതുപോലെ കുട്ടികളൊക്കെ വളരെ സ്നേഹിക്കുമായിരുന്നു. അവരെ പലപ്പോഴും ഞങ്ങളുണ്ട് അവരെ അടുത്ത് വിളിച്ച് വളരെ സ്നേഹത്തോടെ കൈ കെട്ടി ബന്ധിച്ച കുട്ടികളെയൊക്കെ വളരെ അവരുടെ പ്രത്യേകമായ സങ്കടങ്ങളിലൊക്കെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിത്വം. ഞാൻ പ്രതിഭയാണ്, ചിത്രകാരിയാണ്, മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ആളുകൾ പറഞ്ഞു. ജിജൻ സാർ പറഞ്ഞ ആളുകൾ ചിത്രം വരച്ചത് സകല കലാകാരൻ അച്ഛനോട് പറഞ്ഞിരുന്നത് എല്ലാ തരത്തിലും പ്രസംഗമാണ്, നേതൃത്വമാണ്. ഞാൻ ഓർക്കുകയാണ് ടീച്ചർ പ്രിൻസിപ്പൽ സ്ഥാനമോ ഇതിനേക്കാൾ ഉയർന്ന AEO DEO ആ പദവി കിട്ടാനും നിസ്സാരമായിട്ട് ടീച്ചർക്ക് കൈകാര്യം ചെയ്യും. അത്രയ്ക്ക് ഒരു പ്രതിഭയാണ്. നമ്മൾ എത്രമാത്രം അത് ഉപയോഗിച്ചിട്ടുണ്ട്, എത്രമാത്രം നമ്മൾ അതിനെ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും ടീച്ചറിന് ഈ കാര്യങ്ങളൊക്കെ ഓർക്കാൻ ഒരു അവസരമായിട്ട് ഞാൻ കാണുകയാണ്. മറുപടി പ്രസംഗങ്ങൾക്ക് സമയം വേണ്ടതുകൊണ്ട് ഞാൻ വളരെ 1, 2, 3 വാക്യം പറഞ്ഞ് നിർത്തിയുള്ള പറയേണ്ട വിഷയം ഇതാണ്. അന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. 71ാമത് വാർഷികം, ഈ മഹത്തായ ഈ ശ്രേഷ്ഠരായ 3 അധ്യാപക ശ്രേഷ്ഠർക്ക് യാത്രയപ്പ്, ഇതിനുവേണ്ടി നമ്മൾ ഒത്തുകൂടി. ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച എല്ലാ നമ്മുടെ ആശംസാ പ്രസംഗങ്ങളും വാക്കുകളോട് ഞാൻ ഒത്തിയായിരുന്നു. ഈ സ്കൂളിൻ്റെ വാർഷികത്തിന് ആശംസകൾ നേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് ആശംസകൾ നേരുന്നു. ലോകത്തിൻ്റെ ഏത് കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആശംസ നേരുന്നു. മാതാപിതാക്കൾക്ക് ആശംസ നേരുന്നു. ഇനി എനിക്ക് പറയാനുള്ള 3 ശ്രേഷ്ഠരെ പറ്റിയാണ്. അനേകം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു. ഒത്തിരി വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്, ഞാനത് പ്രകടിപ്പിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവരും നമുക്ക് നഷ്ടമാണ്. അതെങ്ങനെ എഴുതാനും നഷ്ടമാണ്. ഇങ്ങേറ്റം അന്വേഷിച്ചാണ് തുടങ്ങിയാലും നടുക്കിരിക്കുന്ന പ്രഥമാധ്യാപകനായ ടീച്ചറാണെങ്കിലും അങ്ങേയറ്റിരിക്കുന്ന ജോസാറാണെങ്കിലും അത് നഷ്ടം തന്നെയാണ്. പിന്നെ ഒരു പ്രകൃതി നിയമമാണ്. നമ്മളിവിടെ പോയ പറ്റും. നിങ്ങൾക്ക് എല്ലാ ഭാവവും ഞാൻ തരുന്നു. എനിക്ക് ജോസാറിനെ പറ്റിയൊക്കെ മനസ്സിലിങ്ങനെ വികാരം തരുന്നുണ്ട്. പക്ഷേ എനിക്ക് പ്രകടിപ്പിക്കുന്നതിനിപ്പോൾ അതിന് മുഖ്യ സമയമല്ല, സമയം വൈകിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ 3 പേർക്കും എൻ്റെ കൈകൂപ്പ് ഞാൻ
നൽകിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അധ്യയന വർഷത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരായ ജോസ, ഹെഡ് മിസ്ട്രസ് മിനി ടീച്ചർ, എമേഴ്സൺ സാർ എന്നിവരുടെ യാത്രയപ്പ് സമ്മേളനവും ആണ് നാം ഇവിടെ നടത്തുന്നത്. CCM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വളർച്ചയുടെ പാതയിൽ നിർണായകമായ നാഴികക്കല്ലുകളായി നിലകൊള്ളുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ അധ്യാപകർ ഓരോരുത്തരും. ബഹുമാനപ്പെട്ട എമേഴ്സൺ സാറും മിനി ടീച്ചറും CCM സ്കൂളിന്റെ മടിത്തട്ടിൽ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ ഇവിടുത്തെ വിദ്യാർത്ഥികളോടും ആത്മാർത്ഥമായ സ്നേഹവും കരുതലും പുലർത്തുന്നതിൽ സദാ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. UP വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എമേഴ്സൺ സാർ എന്ന ഉന്നത വ്യക്തിത്വം എത്ര വലിയ സ്വാധീന ശക്തിയായിരുന്നെന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. കുട്ടികളെ സ്നേഹിക്കുന്ന, തിരുത്തുന്ന, നയിക്കുന്ന അദ്ദേഹത്തിന്റെ കരുത്തുറ്റ നേതൃത്വത്തെയും സ്നേഹവായ്പകളെയും ഞാനിപ്പോൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് മിനി ടീച്ചർ 5 വർഷങ്ങൾക്ക് മുൻപ് ഈ വിദ്യാലയത്തിന്റെ ചുക്കാൻ കൈയിലെത്തിയത് മുതൽ ഇന്ന് വരെ വിജയഗാഥകളുടെ പേരോട്ടം ഗ്രഹിക്കുവാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സദാ കർത്തവ്യനിരതയായ മിനി ടീച്ചർ ഈ ഓരോ കുട്ടിയെയും വ്യക്തിപരമായി മനസ്സിലാക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. മിനി ടീച്ചറുടെ സ്നേഹത്തിലും കരുതലിലും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈശ്വരാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസ് സാറിന് സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഒരുപാട് പൂക്കൾ അർപ്പിക്കുന്നു. ശാന്തതയും സൗമ്യതയും കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കുന്ന വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. തന്റെ ശിഷ്യഗണങ്ങളുടെ വ്യക്തിത്വ രൂപവൽക്കരണത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും സദാ പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കുന്ന ജോസ് സാറിന് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. ഈ വിദ്യാലയത്തിന്റെ പടികളിറങ്ങിയാലും ശിഷ്യഗണങ്ങളായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയ സിംഹാസനങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പടിയിറങ്ങുകയില്ല. സുദീർഘമായ അധ്യാപന സേവനത്തിന് ശേഷം ഈ വർഷം ഈ കലാലയത്തിൽ നിന്നും ഞങ്ങളോടൊപ്പം പടിയിറങ്ങുന്ന ഈ 3 അധ്യാപക ശ്രേഷ്ഠർക്കും നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഓൺലൈനായി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികളും, പ്രിയ നാട്ടുകാരെ, പ്രിയ പൂർവ്വ വിദ്യാർത്ഥികളെ, പൂർവ്വ അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. CCM ഒരു അമ്മയാണ്. കടന്നു പോകുന്ന മക്കളെല്ലാവരും വളരെ സ്നേഹത്തോടെ തിരിച്ച് ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരു സന്നിധിയാണ് ഈ CCMന്റെ തിരുസന്നിധി. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തെ 5 വർഷം ഈ തിരുസന്നിധിയിൽ ആയിരിക്കാനും ഇവിടെ നിന്ന് പടിയിറങ്ങാനും സാധിക്കുന്നത് എൻ്റെ മഹാഭാഗ്യം, ദൈവാനുഗ്രഹം എന്നല്ലാതെ എന്തു പറയുന്നു. വളരെ സന്തോഷവും നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഈ അവസരത്തിൽ ഞാൻ വേദിയിൽ നിൽക്കുന്നത്. ദൈവം എൻ്റെ മേൽ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ചൊല്ലി അതിലുമുപരിയായി എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെടുന്ന വിധം എല്ലാ കാര്യങ്ങളും എനിക്ക് ക്രമീകരിച്ച് നൽകി. വിലയിടാൻ ഒട്ടും കഴിയാത്ത ആ പ്രത്യേക കരുണയ്ക്ക് മുമ്പിൽ ഏവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ എളിയ കൂപ്പുകൈ അർപ്പിക്കുകയാണ്. വിവിധ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ സ്കൂളിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ മാനേജർമാരായി, ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജർമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അച്ഛന്മാരെ കൂടുതൽ കാലവും ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജോസ് ആനത്തോട്ടം അച്ഛനോടൊപ്പമാണ്.
അദ്ദേഹത്തെയും അതുപോലെ പ്രിൻസിപ്പാൾമാരായി ജോലി ചെയ്തിരുന്ന അച്ഛന്മാരെയും, ബഹുമാനപ്പെട്ട ടോമി നെല്ലുവേലിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട എൽഡോ സറിയൽ അച്ഛൻ, ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോബി മംഗലത്തിലൊട്ടച്ഛൻ, ഇവർ 3 പേരും ഒത്താണ് ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ ജോലി ചെയ്തത്. എനിക്ക് വളരെ വലിയ പിന്തുണയും എല്ലാ കാര്യങ്ങളിലും ഫ്രീഡവും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. ഇവരോട് എല്ലാവരോടും ഏറ്റവും ഹൃദയപൂർവ്വം, ഏറ്റവും സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഓഫീസ് ജോലികൾ തീരെ വശമില്ലാതെയാണ് ഞാൻ ഇവിടെ ഹെഡ്മിസ്ട്രസ്സായിട്ട് ചാർജ് എടുത്തത്. ഓഫീസ് ജോലികളിൽ എനിക്ക് പരിശീലനം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട രാജു ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അധ്യാപകരോട് എല്ലാവരോടും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ, ഹയർ സെക്കൻഡറി സെക്ഷൻ എന്നൊരു വേർതിരിയില്ലാതെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിൽക്കുകയും വലിയ സ്നേഹവും പിന്തുണയും എനിക്ക് നൽകുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ വിവിധ കാലഘട്ടങ്ങളിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച മുഴുവൻ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും പ്രത്യേകം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. റിട്ടയറായി പോയവരും ട്രാൻസ്ഫറായി പോയവരും ഒക്കെയായിട്ട് പലരുണ്ട്. എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും അവരോട് എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുന്നു. രക്ഷകർത്താക്കളോട്, PTA പ്രസിഡന്റുമാരോട്, അവരോടൊക്കെയാണ് ഒരു വലിയ നന്ദി പ്രകാശിപ്പിക്കാനുള്ളത്. ഇതുപോലെ ഒരു മീറ്റിങ്ങിൽ ഇത്രയും സമയം എൻ്റെ സഹപ്രവർത്തകർ ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. മണിക്കൂറുകളായി, 2 മണിക്കൂറുകളായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പരിപാടി, ഈ ചടങ്ങ് ഏറ്റവും വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് നന്ദിയുടെ ഒരു വാക്ക് മാത്രമേ പറയുവാനുള്ളൂ. കൂടുതൽ ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത്തരമൊരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മനോഹരമായിട്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ആശംസകളും അനുമോദനങ്ങളും നടന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത്. ആ വിരമിക്കുന്ന ദിവസവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം നിറപ്പകിട്ടാർന്ന ഒരു ചടങ്ങിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ 36 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ 28 വർഷവും ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്താണ് ഞാൻ ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ വ്യക്തിയെയും സൃഷ്ടിക്കുന്നത് സാഹചര്യമാണ്. വ്യക്തിയുടെ തനതായ സംഭാവനകൾ ഉണ്ടാവാം, എന്നാൽ അതിനേക്കാൾ എത്ര മടങ്ങാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിന്, പുരോഗമിക്കുന്നതിന്, രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്ന സാഹചര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയുവാൻ കഴിയും, ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച കാലത്ത് ലഭിച്ച പരിശീലനം, അതിനുശേഷം ഇവിടെ ജോലി ചെയ്ത കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ പിന്തുണയും സപ്പോർട്ടും, അതൊക്കെയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. വിടപറയലും വിട്ടുപിരിയലുമൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അതിന്മേലുണ്ടാകുന്ന ചെറിയ നൊമ്പരങ്ങൾ ഞാൻ കാര്യമാക്കുന്നില്ല. വിസ്ത ചാവറയച്ചൻ്റെ നാമധേയത്തിൽ ആദ്യമായി ആരംഭിച്ച ഈ കലാലയത്തിൽ ഇത്ര സുദീർഘമായ കാലം ജോലി ചെയ്യുവാൻ സാധിച്ചത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആദ്യമായി തന്നെ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. എനിക്ക് ഈ CMI സഭാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനായിട്ട് അവസരമൊരുക്കി തന്നത്, ഈ സ്ഥാപനത്തിൻ്റെ പടികൾ ഓരോ ദിവസവും കയറി കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വ്യക്തിത്വം, എനിക്ക് ജോലി നേടാൻ സഹായിച്ച ബഹുമാനപ്പെട്ട തോമസ് തമ്പി പ്രവചനാണ്. അദ്ദേഹം എൻ്റെ ഗുരുവാണ്. ആകസ്മികമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട മാനേജർ, പ്രിൻസിപ്പൽ യോഗീച്ച, ഹെഡ്മിസ്ട്രസ്, PTA പ്രസിഡന്റ്, എന്നോടൊപ്പം സർവീസിൽ നിന്ന് വിരമിക്കുന്ന
എമേഴ്സൺ. സാധാരണഗതിയിൽ വലിയ ഒരു പ്രസംഗത്തിൻ്റെ ആളല്ല ഞാൻ. ഇപ്പോൾ മറുപടി പ്രസംഗം പറയാതിരുന്നാൽ അതൊരു നന്ദികേടാകും എന്നുള്ള തോന്നലുമുണ്ട്. പ്രസംഗങ്ങൾ സാധാരണഗതിയിൽ ഏറ്റവും കുറച്ച് പറയുക എന്നതാണ് എൻ്റെ പോളിസി. പ്രത്യേകിച്ച് തലമുറകൾ കടന്നു വന്നതോടുകൂടി പ്രസംഗത്തിന് വലിയ പ്രസക്തി ഇല്ലാതായി മാറുന്ന കാലഘട്ടമാണ്. എങ്കിലും ഈ വേളയിൽ എൻ്റെ അവസരം ഞാൻ വിനിയോഗിച്ചില്ല എങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നുന്നത് കൊണ്ട് വളരെ ചുരുക്കി ഞാൻ ഈ കാര്യങ്ങൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. എൻ്റെ ഔദ്യോഗികമായ ജീവിതം തുടങ്ങുന്നത് 1997 കാലഘട്ടത്തിലാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു കോൺട്രാക്ട് അധ്യാപകനായാണ് തുടങ്ങുന്നത്. അത് ഒരു സെൽഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഔദ്യോഗിക ജീവിതകാലത്തെ അനുഭവങ്ങളിൽ ഏറ്റവും തീവ്രമായ അനുഭവം അതാണ് എന്നെനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. ഒരു സെൽഫ് ഫിനാൻസ് സ്ഥാപനമായതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും ചെലവുകൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ അംഗീകരിച്ചിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അന്ന് അവിടുത്തെ ഡയറക്ടറായിരുന്നത് വെള്ളായണി അർജുനൻ സാർ, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ ഡയറക്ടറായി റിട്ടയർ ചെയ്ത് അദ്ദേഹം വന്ന കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ കീഴിൽ മാടവന ബാലകൃഷ്ണനുള്ള ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നു. അന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതാത് മാസത്തെ ഫണ്ട് അത് പല ടേബിളുകളിൽ എത്തിയിട്ട് വേണം ഇത് അധ്യാപകർക്ക് അല്ലെങ്കിൽ മറ്റ് ജീവനക്കാർക്കൊക്കെ ഫണ്ട് കൊടുക്കാൻ കഴിയുക. അധ്യാപനം കൂടാതെ അന്ന് തൊട്ട് ആരംഭിച്ച ഒരു പ്രത്യേക പരിപാടിയുണ്ട്. ഈ ഫണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിലീസ് ചെയ്യിപ്പിക്കുക. ഇത് എൻ്റെ ചുമതലയാണ്. അന്ന് കിട്ടിയ ഒരു പരിചയസമ്പന്നത പിന്നീട് എൻ്റെ ജീവിതത്തിൽ ആകമാനം എനിക്ക് തുണയായ. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഇത് പലതവണ നമ്മളുടെ അഭ്യർത്ഥന തള്ളും. അത് വീണ്ടും പുതുക്കി അവിടെ കൊണ്ട് വീണ്ടും എത്തിക്കും. അങ്ങനെ ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നത് വരെയുള്ള ഒരു തീവ്രമായ പരിശ്രമമാണ്. അതാകാം ജോസച്ചൻ പറഞ്ഞത്. ജോസച്ചൻ എന്നെ ആദ്യം കാണുമ്പോൾ എന്നോട് എന്തോ ചോദ്യം ചോദിച്ചു. ഞാൻ ചോദ്യം ഓർക്കുന്നില്ല. ഏതായാലും ഞാൻ പ്രകോപിതനാകാതിരുന്നത് അതുകൊണ്ടാകാം. കാരണം ഈ അനുഭവം എനിക്കുണ്ട്. ദീർഘകാലം ഈ പറയുന്ന 3 വർഷത്തോളം ഈ കലാലയത്തിൽ ഞാൻ അധ്യാപകനായി. അതിനിടയിൽ മറ്റൊരു സംഭവവികാസം ഉണ്ടായി. എൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ മാമാനത്താണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത്. അന്ന് ആദ്യ ശമ്പളം കിട്ടുമ്പോൾ ആദ്യമായി ചെന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചത് ചാവറയച്ചൻ്റെ ഖബറെടുത്തിലാണ്. ഒരുപക്ഷെ ആ ചാവറയച്ചനാകും എന്നെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്നത്.
ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 21 വർഷം ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഔദ്യോഗിക ജീവിതത്തിന്റെ പടവുകൾ ചവിട്ടിക്കളിച്ച് വിജയത്തിലെത്തി വിരമിക്കുന്ന ടീച്ചർ, ജോസ് സാർ, രമേശ് സാർ ഇവരുടെ യാത്രയേക്കും സ്കൂൾ വാർഷികവും സംയുക്തമായി നടത്തുന്ന ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതും ഇത് മാത്രം. ഈ സമ്മേളനം ഒരു അവസാനമല്ല, ഒരു തുടക്കം മാത്രം. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ തങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളെ കോർത്തെടുത്ത് ഈ വിദ്യാലയത്തിനും നാടിനും നാട്ടുകാർക്കും നൽകിയ വിലപ്പെട്ട സേവനങ്ങളെ, നന്മകളെ കൈവരുത്തി പുതിയ കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു നിമിഷം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന CMI സന്യാസ സമൂഹത്തിന്റെ റവറൻഡ് ഡോക്ടർ ജോസഫ് താമരശ്ശേരി അച്ഛൻ ഇന്ന് ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ച് നമുക്കേറെ അനുഗ്രഹപ്രദവും സന്തോഷകരവുമായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ തന്റെ ഔദ്യോഗിക തിരക്കുകൾ മാറ്റിവെച്ച് ക്ഷണം സ്വീകരിച്ച് ഈ CCM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വരികയും തന്റെ ഭംഗിയ സാന്നിധ്യത്താൽ ഈ പരിപാടിയെ തേജസ്വിതാക്കുകയും ചെയ്ത അദ്ദേഹത്തിന് കരിക്കാട്ടൂർ CCM കുടുംബത്തിന്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. CCM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഥനും സ്കൂളിന്റെ എല്ലാവിധ ഉന്നമനങ്ങൾക്കും മാർഗനിർദ്ദേശകനും വഴികാട്ടിയുമായ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ജോസ് മാനത്തോട്ടും അച്ഛൻ ഈ മഹത്തായ ആത്മീയ സമ്മേളനവും സ്കൂൾ വാർഷികവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട അച്ഛ, അങ്ങയുടെ സാന്നിധ്യത്തിനും വിലയേറിയ വാക്കുകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും CCM ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപക അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പേരിലുള്ള കൃതജ്ഞത ഏറ്റവും ആദരവോടെ അർപ്പിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സഹായവും സപ്പോർട്ടുമായിരുന്ന ശ്രീ രാജീവ് സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച മണിമല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് P. സൈമൺ സാർ, വാർഡ് മെമ്പർ ശ്രീ സിവിൽ തോമസ് സാർ, ഇരുവർക്കും ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഏവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി CCM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അമരക്കാരനായിരുന്നുകൊണ്ട് സ്കൂളിന്റെ ഉന്നതിയിലേക്ക് ഉയർത്താൻ അക്ഷീണം യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ജോബി അച്ഛന് എല്ലാവരുടെയും പേരിൽ കൃത്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിന്റെ പ്രധാന കണ്ണിയായ നീണ്ട വർഷത്തെ സുദീർഘമായ സേവനങ്ങൾക്ക് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനി ടീച്ചർ ഈ സ്കൂളിന്റെ നിറദീപമായിരുന്നു. ഒന്നിനും മാറ്റി നിർത്താൻ പറ്റാത്ത അനുഭവവും അസാധാരണമായ നേതൃത്വ പാഠവത്തിലൂടെ ഹൃദയങ്ങളെ കീഴടക്കിയ അതുല്യ പ്രതിഭ. ബഹുമാനിയായ മിനി ടീച്ചറിനും കുടുംബാംഗങ്ങൾക്കും CCM കുടുംബത്തിന്റെ അകമഴിഞ്ഞ സ്നേഹവും നന്ദി അർപ്പിക്കുന്നു. CCM IT മേഖലയിലെ ശ്രേഷ്ഠനും ശാന്തഗംഭീരമായ സേവനം കൊണ്ട് ഏവർക്കും മാർഗദീപമായി പ്രശോഭിച്ച പ്രിയപ്പെട്ട ജോസാറിനും കുടുംബത്തിനും CCM കുടുംബത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. 36 വർഷത്തെ അധ്യാപനത്തിലൂടെയും പൊതുപ്രവർത്തനങ്ങളിലൂടെയും തലമുറകൾക്ക് പ്രചോദനമേകിയ ജനകീയ വ്യക്തിത്വത്തിന്റെ ഉടമ രമേശ് സാർ, അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും CCM കുടുംബത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനം ആശംസകളിലൂടെയും വിവിധ പരിപാടികളിലൂടെയും മനോഹരമാക്കുവാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. ടിസൺ, എബി, അക്ഷയ്,
എന്നീ 3 വിദ്യാർത്ഥികൾ ഈ വാർഷിക ആഘോഷവേളയിൽ ദിവസങ്ങളോളം സാങ്കേതിക സഹായം നൽകിക്കൊണ്ട് അണിയറിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ 3 വിദ്യാർത്ഥികൾക്കും CCM കുടുംബത്തിൻ്റെ നന്ദി. ഈ സമയങ്ങളിൽ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കുചേരുന്ന പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ എല്ലാവർക്കും കരിക്കാട്ടൂർ CCM സ്കൂളിലെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്